എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷാവിജ്ഞാനിയുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവിക തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നാം കുറെ കാര്യങ്ങൾ പറഞ്ഞത്. ബന്ധപ്പെട്ടതായിരിക്കുന്ന പദങ്ങളും വാക്കുകളും അവയുടെ വിശദീകരണം നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് എന്ന പദം തന്നെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്കാണ്. ബൈബിൾ വളരെയേറെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള പ്രയോഗം. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ എന്ന ശിയാപ്രവചനം 41 നാം വായിക്കുന്നുണ്ട്. 43 വരുമ്പോഴും അത് തന്നെ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനം എന്ന് പറയുന്നുണ്ട്. എഫേസ്യർ 1:4 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഇത് വായിച്ചാട്ട്, ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു വ്യക്തമായിരിക്കുന്ന പ്രസ്താവനയുണ്ട്. 2 പത്രോസ് 1:10, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും, അങ്ങനെ ഒരു കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. നമ്മളത് ഉറപ്പാക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ യാഥാർത്ഥ്യം നാം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ വ്യക്തികളെയോ സമൂഹത്തെയോ ദൈവം വേർതിരിക്കുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻമരക്ഷയുമായി ബന്ധമില്ലാത്ത വേദഭാഗങ്ങളിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നവിടെ പറഞ്ഞു. രക്ഷയുമായൊന്നും ബന്ധപ്പെട്ട ഒരു പ്രയോഗമല്ല. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 6:5 ഡീക്കന്മാരായി തിരഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ പറയും. ഭാഷയിലെ വാക്കുകൾക്ക് ഒന്ന് തന്നെയാണ്. ഈ വാക്ക് രക്ഷയോടുള്ള ബന്ധത്തിലും അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ ദൈവം തൻ്റെ സർവാധികാരത്തിൽ തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുന്നു എന്ന ആശയമാണ് ഇവിടെയെല്ലാം ഉള്ളത്. മറ്റൊരു വാക്ക് മുൻ നിയമനം എന്നതാണ്, ഫോർ ഓർഡിനേഷൻ. പ്രോറിറ്റ്സോ എന്ന ഈ ഗ്രീക്ക് പദത്തിന് മുൻകൂട്ടി തീരുമാനിക്കുക എന്ന പ്രാഥമിക അർത്ഥമാണുള്ളത്. മുൻകൂട്ടി തീരുമാനിക്കുക. വ്യക്തികളെ കുറിച്ച് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ള അവസരങ്ങളിൽ അവരുടെ ഭാഗധേയം മുൻകൂട്ടി നിശ്ചയിക്കുക എന്നും, സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവയുടെ നിവൃത്തി ഉറപ്പുവരുത്തുക എന്നുമാണ് പ്രധാനമായ അർത്ഥം. റോമാലേഖനം 8:29-30 വായിച്ച്, ഇവിടെ മുൻ നിയമിച്ചിരിക്കുന്നു, മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു, അങ്ങനെ പ്രയോഗമുണ്ട്. പിന്നെ എഫേസ് ലേഖനം 1-ാം അധ്യായത്തിലെ 4-11 വാക്യങ്ങൾ, തിരഞ്ഞെടുക്കുകയും മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. 11-ാമത്തെ വാക്യങ്ങൾ വായിച്ചു. ഇവിടെ എല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് മുൻ നിയമനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പ്രവൃത്തിയാണ്. അത് അതിപ്രധാനമായിരിക്കുന്ന ഒരു ഉപദേശം തന്നെയാണ്. ദൈവം ചില മുൻ നിയമിച്ചു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറയുകയാണ്, സംഭവിക്കണമെന്ന് ദൈവം മുൻ നിശ്ചയിച്ച കാര്യങ്ങൾ, മുൻ നിയമിച്ച കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ദൈവം കാര്യം ഇന്നത് സംഭവിക്കട്ടെ എന്ന് മുന്നമേ നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാ ഇനി അങ്ങ് സംഭവിച്ചേക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അതൊക്കെ മുന്നമേ ചെയ്യുന്ന ഒരാളാണ്. 1 കൊരിന്ത്യർ 2:7 ഇതാണ്, ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ ദേശത്തിനായി മുൻ നിയമിച്ചത്. പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ദൈവത്തിന്റെ ഭാഗത്തുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കണം, ചില വ്യക്തികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംഭവിക്കണം, രക്ഷയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സംഭവിക്കണം എന്നൊക്കെ ദൈവം മുൻ നിയമിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചല്ല നമ്മൾ രക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ, ഞാൻ വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു. കർത്താവ് യേശുക്രിസ്തുവിനെ, ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. അവൻ കാലിൽ ക്രൂശിൽ മരിച്ചിറക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇങ്ങനെ സുവിശേഷം എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അത് വിശ്വസിക്കുന്നവർക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. നമ്മൾ സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മുൻ നിയമനവും ദൈവത്തിന്റെ മുൻ നിശ്ചയവും ഒക്കെ ഇതിന് പിന്നിലുണ്ടെന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതൊക്കെ പിന്നെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴാണ് നമുക്ക്. കാരണം നമുക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനാണ് നമുക്ക്
ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ദൈവം എന്നെ മുൻ നിയമിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറച്ചിൽ വരുന്ന പോലെയാണ്. കാരണം അല്ലേ, അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ അസ്തിത്വത്തിനും ഒരു അല്പം കൂടെ ബൂസ്റ്റ് തരുന്നത് ദൈവം ചെയ്തത്. പുത്രനെ ഇങ്ങനെ തന്നു, എന്നിട്ട് ദൈവം എല്ലാവരോടും പറഞ്ഞു, 50,000 പേരരിയുടെ ചോറ് ദൈവം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു, വിശക്കുന്നവർക്ക് വന്ന് ഇന്നിടാന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് കുറച്ച് വാരി തിന്നു, നമ്മൾ വരെ അറിഞ്ഞു എന്ന് ചിന്തിക്കുന്നതിനാണ് നമുക്ക് രക്ഷയെക്കുറിച്ച് കുറച്ചുകൂടെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ദൈവം ഒരു കാര്യം പൊതുവെ ചെയ്തു, ഞാൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടത് ആവശ്യമായത് ഞാൻ വ്യക്തിപരമായി ചെയ്തു, അങ്ങനെ ചിന്തിക്കാനാണ്. എന്നാൽ അങ്ങനെയല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ മുൻ നിയമനവും ദൈവത്തിന്റെ മുൻ അറിവും എല്ലാം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത്. 1 Corinthians 2:7 വായിച്ചായിരുന്നോ? ദൈവം നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുൻ നിയമനം പോലെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നിർണയം എന്നുള്ളതായിരിക്കുന്ന വാക്ക്. മുൻ നിർണയം, ദൈവത്തിന്റെ നിർണയം. അതിന് പർപ്പസ് എന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ നിർണയം. പ്രോത്തിസിസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ്. അത് പുതിയ നിയമത്തില് തർജ്ജമ ചെയ്തിരിക്കുന്ന നിർണയം എന്നാണ്. ദൈവിക നിർണയങ്ങൾ എന്ന് പറയാറുണ്ട് സാധാരണ. എന്നാൽ നിർണയം എന്നത് ഏകവചനത്തിലാണ് പറയേണ്ടത് എന്നാണ് കുറച്ചുകൂടി ശരിയായി പറയുന്നത്. കാരണം ദൈവത്തിന് ഒരു വലിയ നിർണയമാണുള്ളത്, അതിന്റെ ഭാഗമാണ് ഈ മറ്റ് നിർണയങ്ങളെല്ലാം. ഗോഡ് ഹാസ് എ വൺ ഡിവൈൻ ഡിക്രി എന്ന് പറയാറുണ്ട്. ദൈവത്തിന്റെ ഒരു നിർണയം, ഇതിന്റെ ഭാഗമായിട്ട് അനേക ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവിക നിർണയങ്ങളെ കുറിക്കുവാനായിട്ട് അനേക വേദവാക്യങ്ങളുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം നമുക്ക് വായിച്ചതാണെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, അങ്ങനെ ഒരു കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. 9-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം റോമാലേഖനം, തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ്, ഏശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പ്, അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രമാണമുണ്ട്. ദൈവം ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ചില നിർണയങ്ങൾ ചെയ്യും. ആ നിർണയപ്രകാരം എന്താണ്, മൂത്തവൻ ഇളയവനെ സേവിക്കും, ഏശാവ് യാക്കോബിനെ സേവിക്കും. കണ്ടല്ലോ, ദൈവത്തിന്റെ നിശ്ചയത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. ആരും മനുഷ്യരുടെ ആരുടെയും അല്ല. കുഞ്ഞുങ്ങൾ ജനിച്ച് നന്മയും തിന്മയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം ദൈവം അങ്ങനെ നോക്കി കണ്ടു, ഈ യാക്കോബ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കുറച്ചുകൂടെ നല്ലത്. മറ്റവൻ ആത്മീക മൂല്യങ്ങളൊന്നുമില്ല, കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേട്ടയാടി കനാന്യരായ പുരുഷന്മാരുടെ കൂടെ അവരുടെ ജീവിത രീതിയൊക്കെ ശീലിച്ച് അവൻ നടക്കുകയാണ്. അപ്പൊ യാക്കോബാണ് അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് കുറച്ച് ഭക്തിയൊക്കെ ഉണ്ട്. അപ്പൊ അവനെ അങ്ങ് തിരഞ്ഞെടുത്ത് കളയാം. അപ്പോ ദൈവം അങ്ങനെ ഒരു നിർണയം യാക്കോബിനെ സ്നേഹിക്കും, യാക്കോബ് സ്നേഹിക്കപ്പെടും. അങ്ങനൊന്നും അല്ല. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ചിട്ടല്ലേ പിന്നെ അവരുടെ പ്രവൃത്തി വരുന്നത്, അവരുടെ ടെമ്പറമെന്റ് വരുന്നത്. ദൈവം തന്റെ നിർണയത്തിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. എഫേസ്യ ലേഖനം 1:11, തന്റെ ഹൃദയത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയം. അതേ, ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്കാണ്. അങ്ങനെ ദൈവം കാര്യങ്ങളെ നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് ചില ആളുകൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മനുഷ്യന് വെറും ഒരു എന്താണ്, മെഷീൻ പോലെയാണ്. 4 മണിക്ക് അലാറം സെറ്റ് ചെയ്തു, 4 മണിയാകുമ്പോൾ അലാറം അടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം നിത്യതയിലെ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതനുസരിച്ച് ഞാൻ ഓരോ സമയത്ത് എന്താണ് വിശ്വസിക്കുക, എഴുന്നേറ്റിരിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനെന്ന് പറയുന്നപ്പോൾ എന്താ, എനിക്കൊരു വിലയില്ലേ എന്നുള്ള നിലയിൽ ചിന്തിക്കാൻ മനുഷ്യർക്ക് വലിയ പ്രയാസമാണ്. എന്നാൽ മറുവശം ചിന്തിച്ചാലോ, ബുദ്ധികെട്ട ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ വല്ല നന്മയും ഉണ്ടാവുമോ? ദൈവം പ്രോഗ്രാം ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഗുണമുണ്ട്. കാരണം എന്താ, അലാറം ക്ലോക്കിനോട് നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ അടിക്കുക, എന്നെ ഉണർത്തുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ സ്ഥിതി? 4 മണിക്കത്തെ ട്രെയിന് പോകാനായിട്ട് 3 മണിക്ക് അലാറം വെക്കുന്നതിന് പകരം ആ ക്ലോക്കിനോട് എടുത്ത് പറയുക, നീക്ക് ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചോണത്തിക്കോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെയാ. അങ്ങനെയല്ല, ദൈവം അതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, അതാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ നിർണയിച്ച അനാദി നിർണയം.
അങ്ങനെ ദൈവത്തിനുള്ള അനാദി നിർണയം കാലങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ ദൈവം നിർണയിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യ നിർണയപ്രകാരം 2 തിമോത്തിയോസ് 1:9. ഒത്തിരി കാര്യം മറ്റു പറയാം. അതൊക്കെ നടന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തന്റെ സ്വന്തം നിർണയപ്രകാരം, ദൈവത്തിന്റെ നിർണയപ്രകാരം അല്ല. ദൈവത്തിന്റെ നിർണയപ്രകാരം അല്ല, നമ്മുടെ നിർണയപ്രകാരം ആഗ്രഹപ്രകാരം ഒന്നുമല്ല. അതെ, അങ്ങനെയാ ദൈവം പ്രവർത്തിക്കുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പോകുന്നത്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പറയാം, കർത്താവേ, എന്റെ ഇഷ്ടപ്രകാരമല്ല നിന്റെ ഇഷ്ടപ്രകാരവും നിന്റെ തീരുമാനപ്രകാരമോ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ എന്റെ ഈ ആഗ്രഹത്തെ കൂടെ എവിടെയെങ്കിലും മാനിക്കാനായിട്ട് വല്ല വകുപ്പും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തേക്കണേ എന്നൊക്കെയാണ് നമ്മൾ വാസ്തവത്തിൽ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ച്, മനുഷ്യരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഈ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 11:23. അവിടെ എല്ലാവരും ഹൃദയ നിർണയത്തോടെ, എല്ലാവരും, എല്ലാ മനുഷ്യരും ഹൃദയ നിർണയത്തോടെ, അങ്ങനെ മനുഷ്യ നിർണയമുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. ഹൃദയ നിർണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ വേർതിരിച്ചു, അതൊക്കെ ദൈവത്തിന്റെ നിർണയമാണ്. കർത്താവിനെ സ്നേഹിക്കാനും ഒക്കെ ഞാനും നിർണയിച്ചു. ദൈവത്തിന്റെ നിർണയവും എന്റെ നിർണയവും കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് പോകുമ്പോഴേ, രണ്ടും ചേർന്ന് പോകുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. ദൈവത്തിന്റെ നിർണയവും എന്റെ നിർണയവും വിപരീതമായിട്ട് പോകുമ്പോൾ ഞാൻ തോൽക്കുകയേ ഉള്ളൂ, ഒരിക്കലും ജയിക്കുകയില്ല. ജയിക്കുന്ന പ്രശ്നമേ ഇല്ല, അവിടെ ദൈവമേ ജയിക്കത്തുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു വശം അതിനുണ്ട് എന്നുള്ളത് അറിയാൻ നല്ലതാണ്. 27-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 27:13. അവിടെ താല്പര്യം സാധിച്ചു എന്നുള്ളതാണ്. അവിടെ താല്പര്യം സാധിച്ചു. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. കാറ്റ് പ്രതികൂലമായിട്ട് വീശി. അങ്ങനെ ഇരിക്കുമ്പം അനുകൂലമായ ആ സ്ഥലത്തേക്ക് പോകുന്ന വിധത്തില് അപ്പൊ ഒരു കാര്യം സാധിച്ചു പോയെന്ന് പറഞ്ഞു. നമ്മുടെ നിർണയം, നമ്മുടെ ആഗ്രഹം സാധിച്ചു പോയി. അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ ഈ മനുഷ്യരുടെ താല്പര്യത്തെ കുറിച്ച് പറയുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളില് ഇവിടെ താല്പര്യം, ഉദ്ദേശ്യം, നിർണയം, ഇങ്ങനെ വ്യത്യസ്തമായ വാക്കുകളാണ് ഒരേ ഗ്രീക്ക് വാക്കിന് ഉപയോഗിച്ചിട്ടുള്ളത്. പരിഭാഷയിൽ അങ്ങനെയാണ്. കാരണം അവിടെയൊക്കെ നിർണയം എന്ന് പറയുന്നത് സാധിക്കില്ല. കാരണം എന്നാൽ താല്പര്യവും സാധിക്കും, അവരുടെ ആഗ്രഹമുണ്ട്. അവരങ്ങനെ നിർണയിച്ചൊന്നും വെച്ചിരിക്കില്ലായിരുന്നു ഇത്ര മണിയാകുമ്പോൾ തെക്കോട്ട് തിരിക്കണമെന്ന്. അല്ല, തെക്കോട്ടൊരു കാറ്റ് വന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ കാറ്റ് എറിയ തെക്കോട്ട് ഊതാനായിട്ട് തുടങ്ങി. അപ്പൊ അവരുടെ താല്പര്യം സാധിച്ചു. മൂലഭാഷയിൽ ഒരു വാക്കൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഈ പ്രോത്തസിസ് എന്ന പദത്തിന് വാസ്തവത്തിൽ ഒരുപാട് അർത്ഥമുണ്ട്. യഹൂദന്മാരുടെ മേശ വെക്കുന്ന കാഴ്ചയപ്പത്തിന് ഗ്രീക്ക് ഭാഷയിലും പ്രോത്തസിസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ അങ്ങനെ വന്നതെന്നറിയില്ല. ഞാനത് നോക്കി. മത്തായി സുവിശേഷം 12:4 ബ്രെഡ് പ്രസന്റേഷൻ എന്നാണ്. മർക്കോസ് 2:26, ലൂക്കോസ് 6:4, ബ്രയർ 9:2. ഇവിടെ എല്ലാം ഈ കാഴ്ചയപ്പത്തും എന്നുള്ളതിനും ഈ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് ഞാൻ എത്ര ചിന്തിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇനി അത് ചില കമന്ററികളൊക്കെ വായിച്ചു നോക്കണം. ഈ വാക്ക് എന്തുകൊണ്ടാണ് അതിനെ, ഞാൻ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം മുൻ നിയമിച്ച പ്രകാരം 12 അപ്പങ്ങൾ ഉണ്ടാക്കി 2 അടുക്കുകളായിട്ട് 6 വീതം കൊണ്ട് മേശമേൽ വെക്കും. അപ്പോൾ കാഴ്ചയപ്പോതാണ് പ്ലേസ്ഡ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവന്ന് മുന്നേ വെച്ചു എന്നുള്ള ആശയത്തിലായിരിക്കാം അത് എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഈ വാക്ക് വിശാലമായ ഒരു വാക്കാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഈ വാക്കിന് വിശാലമായ അർത്ഥങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളിൽ രക്ഷാസംബന്ധമായ ദൈവിക നിശ്ചയത്തെ കുറിക്കുവാനാണ് ഈ വാക്ക് പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് പ്രധാനമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ച് രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ്. ദൈവത്തിന്റെ മുൻനിർണയം, ദൈവത്തിന്റെ നിർണയപ്രകാരം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ച് പറയാനാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ഒരു വാക്ക് മുന്നറിവ് എന്നുള്ളതാണ്. ഫോർ നോളജ്, മുന്നറിവ്, പ്രോഗ്നോസിസ് എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ ചോദിക്കും, ഡോക്ടർ എന്താ പ്രോഗ്നോസിസ് എന്ന് ചോദിക്കും. രോഗിയെല്ലാം പരിശോധിച്ച ശേഷം മുന്നോട്ട് എന്താ കാണുന്നത്, ഡോക്ടറുടെ രക്ഷപ്പെടുമോ ആണ്, അത് രക്ഷപ്പെടുകയില്ലയോ? അപ്പോ അങ്ങനെ ഡോക്ടറെ പരിശോധന കഴിഞ്ഞ ശേഷം ഡോക്ടർക്ക് ഒരു മുന്നറിവുണ്ട്, ഇവൻ രക്ഷപ്പെടും, ഇവൻ രക്ഷപ്പെടുമില്ല. ഫസ്റ്റ് സ്റ്റേജ് ആണ് ക്യാൻസർ, സെക്കൻഡ് സ്റ്റേജ് ആണ് ക്യാൻസർ, കീമോ ചെയ്താൽ രക്ഷപ്പെടും എന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ചോദിക്കും നമ്മളങ്ങനെ എന്താണ് പ്രോഗ്നോസിസ് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ചില കാര്യങ്ങൾ പറയും. അപ്പോൾ ഈ വാക്ക് നാമരൂപത്തിലും ക്രിയാരൂപത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഭാവി കാര്യങ്ങളെ മുൻകൂട്ടി അറിയുക എന്ന സാമാന്യ അർത്ഥവും ജനറൽ സെൻസും മുന്നമേ നിശ്ചയിക്കുക എന്ന വേദശാസ്ത്രപരമായ അർത്ഥവും ഈ വാക്കിനുണ്ട്. There is a general sense and a theological sense. ജനറൽ സെൻസ് എന്ന് പറഞ്ഞാൽ മുന്നമേ മുൻകൂട്ടി കാര്യങ്ങൾ അറിയുക. എന്നാൽ
വേദശാസ്ത്രത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്ന മുന്നമേ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അറിയുക എന്നുള്ളതല്ല, നിശ്ചയിക്കുക എന്നുള്ളത്. അപ്പോ ബന്ധപ്പെട്ട ആശയങ്ങളാണെങ്കിലും വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളാണ്. മനുഷ്യൻ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ ദൈവം നൽകുന്ന വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലോ വസ്തുതകളെ മുൻകൂട്ടി അറിയുന്ന മനുഷ്യന്റെ അറിവിനെ കുറിക്കുവാൻ ഈ പദം 2 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:5 2 പത്രോസ് 3:17 അങ്ങനെ 2 പ്രാവശ്യം. അപ്പോസ്തല പ്രവൃത്തി 26:5 ആദ്യം മുതൽ അറിയുന്നുവെന്നും 2 പത്രോസിൽ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു എന്നും അവിടെ പറയുന്നുണ്ട്. മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഈ വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ അറിവിനെ കാണിക്കാനാണ്. ദൈവം കാര്യങ്ങളെ അറിയുന്നത് മുന്നമേ അറിയുന്നു. സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല ദൈവം കാര്യങ്ങളെ അറിയുന്നത്, സംഭവിക്കുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങളെ ദൈവം മുന്നമേ അറിയുന്നവനാണ് എന്ന അർത്ഥത്തിലാണ്. ദൈവം സകലവും മുൻകൂട്ടി അറിയുന്നത് തന്റെ സർവജ്ഞാനത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഈ അറിവ് തന്റെ മുൻനിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വലിയ വേദശാസ്ത്രപരമായ പ്രസ്താവനകളാണ്. അതേക്കുറിച്ചൊക്കെ ഒത്തിരി സംവാദങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിന്റെ അറിവാണോ അതോ ദൈവത്തിന്റെ നിർണയമാണോ? അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ എല്ലാ പ്രോഗ്രാമും ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ദൈവത്തിന് എല്ലാ പ്രോഗ്രാമും ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? എന്നിട്ട് ദൈവം ഓരോ കാര്യങ്ങളെ പറ്റി അറിയണമെങ്കിൽ കർത്താവ് അങ്ങനെ ജക്കും എന്റെ വരവ് എപ്പോഴാണോ, അത് ഇന്ന ദിവസം അടുത്തല്ലോ അങ്ങനെ അറിയുകയാണോ? അതോ ഞാൻ ഇന്ന ദിവസം പോകണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ദിവസം താൻ വരും. തന്റെ അറിവിന് ആധാരം എന്താണ്? ദൈവത്തിന്റെ മുന്നറിവാണെന്ന് പറയുന്നവർ നല്ലൊരു കൂട്ടം ആളുകളുണ്ട്. ദൈവം എല്ലാം അറിയുന്നത്, നല്ല കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് തന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ദൈവത്തിന്റെ അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് എന്ന് പറയും. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ മുൻനിർണയമാണ് എന്ന് പറയുന്നവർ പറയും ദൈവത്തിന്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ സോവറൻ വില്ലാണെന്ന് പറയും. സോവറൻ വില്ല് ഓഫ് ഗോഡ്, തന്റെ ഇച്ഛയാണ്, തന്റെ ഹിതമാണ് ഏറ്റവും വലുത്. താൻ എല്ലാം തന്റെ ഹിതപ്രകാരം ചെയ്യുന്നവനാണ്. തന്റെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നോന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാലോചിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആണോ അതോ തന്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണോ? ഇത് വേദശാസ്ത്രികളുടെ ഇടയിലെ വലിയ സംവാദത്തിന്റെ വിഷയമാണ്. പുതിയ നിയമത്തിലെ മുന്നറിവ് എന്ന വാക്ക് മുൻനിർണയം എന്ന വാക്കിന് തത്തുല്യമായ അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. മുന്നറിവും മുൻനിർണയവും പര്യായ പദങ്ങൾ പോലെയാണ് പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. 1 പത്രോസ് 1:20 വായിക്കാം. അപ്പൊ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനാണ്. പിന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 4:28 വായിക്കാം. അപ്പൊ ഒരിടത്ത് ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനാണെന്നും മറ്റൊരിടത്ത് സംഭവിക്കണമെന്ന് നീ നിശ്ചയിച്ചത് മുൻ നിർണയിച്ച പ്രകാരം. അപ്പൊ ലോകമെല്ലാം ഉണ്ടാകുന്നതിനും സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുൻപ് ദൈവം മുന്നറിഞ്ഞ കാര്യം. എങ്ങനെയാ ദൈവം മുന്നറിഞ്ഞത്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ചോദിച്ചിരുന്നു, എന്റെ വീട് പണിയുന്നതിന് മുമ്പ് എന്റെ വീടിന് ഇത്ര ബെഡ്റൂം ഉണ്ടായിരിക്കും, ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കും, അത് കോൺക്രീറ്റ് വീടായിരിക്കും, എന്റെ തറ ഇന്നതായിരിക്കും, ഇന്ന തടി കൊണ്ടാണ് ഞാൻ പണിയുന്നതൊക്കെ ഞാൻ എങ്ങനെയാ അറിഞ്ഞത്? എന്റെ ബ്രെയിനിൽ വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ കൊണ്ടാണോ അറിഞ്ഞത് അതോ എനിക്കുള്ള ഒരു ഇച്ഛ, തീരുമാനശേഷി കൊണ്ടാണോ അറിഞ്ഞത്? തീരുമാനശേഷി കൊണ്ടാണ്. 4 ബെഡ്റൂമുള്ള വീട് പണിയാൻ നിശ്ചയിച്ചു, കോൺക്രീറ്റ് ചെയ്യാൻ നിശ്ചയിച്ചു, തേക്ക് തടി കൊണ്ടോ അല്ലെ ആഞ്ഞൽ തടി കൊണ്ടോ പ്ലാവ് തടി കൊണ്ടോ പണിയാനത് ഞാൻ നിശ്ചയിച്ചു. അങ്ങനെ എന്റെ നിശ്ചയത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ അറിയുന്നത്. എന്റെ അറിവിന്റെ ഫലമായിട്ട് ഞാൻ അങ്ങനെ ആകട്ടെ എന്ന് തീരുമാനിച്ചു. ഏതാ, ഞാൻ ഇനി എത്ര ബെഡ്റൂം ഉള്ള വീട് പണിയാൻ തുടങ്ങിയാലും പണിത് വരുമ്പോൾ 2 ബെഡ്റൂമേ കാണൂ എങ്കിൽ ഞാൻ പറഞ്ഞു എന്നാൽ 2 ബെഡ്റൂം ഉള്ള വീട് തന്നെ ആകട്ടെ. അങ്ങനെയാണോ ദൈവം നിശ്ചയിക്കുന്നത്? ദൈവം എന്തെല്ലാം തീരുമാനിച്ചാലും എന്തെല്ലാം ആഗ്രഹിച്ചാലും രക്ഷിച്ച് വരുമ്പോ ദൈവത്തിന് രക്ഷിക്കാനായിട്ട് ഇന്നയാളെ കഴിയത്തുള്ളൂ, എന്നാ അവരെ രക്ഷിച്ചേക്കാം എന്നാണോ ദൈവം നിശ്ചയിച്ചത്? അതോ ലോകസ്ഥാപനത്തിന് മുമ്പ് ഇവനെ രക്ഷിക്കാമെന്ന് തീരുമാനിച്ചിട്ട് അവനെ രക്ഷിക്കുകയായിരുന്നു? ഇതൊക്കെ വലിയ സംവാദമുള്ളതായിരിക്കുന്ന കാര്യം കാണാൻ വേദശാസ്ത്രികളിൽ രസമാണ് സംവാദത്തിന്. ഇപ്പൊ എങ്ങനെ സമ്പാദിച്ചാലും ദൈവം നിശ്ചയിച്ച പോലെ കാര്യങ്ങള് നടക്കും. പണ്ടൊരു കാൽവിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ട്. എല്ലാ കാര്യവും ദൈവനിർണയപ്രകാരമാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളും ഒരു അർമീനിയൻ ഉണ്ട്. അങ്ങനെയല്ല, എന്റെ സ്വാതന്ത്ര്യം പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നിശ്ചയിക്കുന്ന ആളുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു സന്ദർഭവശാല് 2 സ്ഥലത്തേക്ക് പോകാനാണ്. സന്ദർഭവശാൽ ബസ് സ്റ്റാൻഡിൽ വന്നു കൂടി, ഒരേ ബസ്സിൽ കയറി. അപ്പോ കാൽവിനിസ്റ്റ് അർമീനിയനോട് പറഞ്ഞു, ദൈവ നിശ്ചയമാണ് നാം ഇന്ന് ഒരുമിച്ച് സഞ്ചരിക്കണമെന്ന് പറഞ്ഞു.
ഉടനെ അർമേനിയൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല. അപ്പൊ മറ്റേ പറഞ്ഞു നാം ഇന്ന് ഒരുമിച്ച് സഞ്ചരിക്കണ്ട എന്നുള്ളത് നിശ്ചയമാണെന്ന് പറഞ്ഞു. എന്നാ ഞാൻ വരിക എന്ന് പറഞ്ഞു. അതാ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പോകണം എന്നുള്ളത് നിശ്ചയമാണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞു വരുമ്പോ ദൈവം നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും, അല്ലാതെ ഒന്നും നടക്കൂല. അതങ്ങ് സംഭവിച്ചാൽ നമ്മൾ എത്രയൊക്കെ മിടുക്കരായി പറഞ്ഞാലും ദൈവം നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അത് ഈ മുസ്ലിങ്ങൾ പറയുന്ന പോലെ ഉള്ളതല്ല. അവരെന്താ അവർ പറയുന്നത് എല്ലാം വിധിയാന്ന് പറയും അല്ലേ? എങ്ങനെ അവർ പറയുന്നത്? അല്ലാഹു നിശ്ചയിച്ച ഒരു വിധിയാണെന്ന് പറയും. എല്ലാം വിധിയാണെന്ന് അവർ പറഞ്ഞു. എല്ലാം വിധി. അങ്ങനെ വിധി എന്ന് പറഞ്ഞ ഒന്നില്ല. അങ്ങനെയല്ല. ദൈവത്തിന്റെ മുൻനിർണയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻവിധിയല്ല. വളരെ വ്യത്യാസമുണ്ട്. വിധി എന്ന് പറയുന്ന അൺഇന്റലിജന്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു ഫെയ്റ്റ് ആണ്. ഇത് ഫെയ്റ്റലിസമാണ്. മുൻനിർണയം എന്ന് പറയുന്നത് സ്നേഹവും കരുതലും അധികാരമുള്ളതായിരിക്കുന്ന ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടിയും നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടിയും ചില കാര്യങ്ങൾ മുന്നമേ നിശ്ചയിക്കുന്നതാണ്. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരുത്തന് 25 കോടി, അവന് 12 കോടി ഇൻകം ടാക്സുകാരും കൊണ്ടു, എങ്കിലും കിട്ടുമല്ലോ. 13 കോടി അവന് കിട്ടുമല്ലോ. അപ്പൊ കോടിപതിയായില്ലേ? അപ്പൊ അതിന് ഫെയ്റ്റലിസം എന്നാ പറയുന്നത്. അതായത് ഭാഗ്യം, ലക്ക് എന്നാ പറയുന്നത്, ഭാഗ്യം കുറിയുന്നത്. എന്നാൽ അവന് 13 ലക്ഷം രൂപ കിട്ടണമെന്ന് ഒരു അതോറിറ്റി മുന്നമേ നിശ്ചയിച്ചിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്നു. ആരെത്ര കുറിയിട്ടാലും ഈ കുറിവന്റെ വാങ്ങിച്ചതായിരിക്കുന്ന ടിക്കറ്റ് തന്നെ വേണമെന്ന്. ഞാൻ രസകരമായ ഒരു തമാശ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ അപ്പച്ചന്, എൻ്റെ ഗ്രാൻഡ് ഫാദർ വലിയപ്പച്ചന് കൊപ്ര കച്ചവടം, തെങ്ങ് പാട്ടമെടുത്ത് ഇങ്ങനെ കൊപ്ര കച്ചവടം ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും ചങ്ങനാശ്ശേരിക്കാ കൊപ്ര കൊണ്ടുവന്നു. അപ്പോ ആഴ്ചയിലെല്ലാം കൊപ്ര വെട്ടി ഒത്തിരി കൊപ്ര കാണും. 5-8 കാളുകൊണ്ട് നിറച്ച് കൊപ്ര കൊണ്ടുവന്നു. ആളുകൊണ്ടിയെല്ലാം കൊണ്ടുവന്നു. അപ്പോ അതെല്ലാം ഉണങ്ങി അങ്ങനെ കിട്ടും. അപ്പോ ഒരു രാവിലെ ഇത് ഉണങ്ങിയ കൊപ്ര ചാക്കിന്റെ അകത്ത് കെട്ടിയാണ് വെക്കുന്നത്. ചാക്കിന്റെ അകത്ത് കെട്ടാൻ നോക്കിയപ്പോ ഇത് കൊപ്ര എല്ലാം നനഞ്ഞിരിക്കും. നനഞ്ഞ കൊപ്ര എടുക്കൂല. നല്ല ഉണങ്ങിയ കൊപ്രയെ വെളിച്ചെണ്ണ ആട്ടാനല്ലേ. ഇതാരാണ് ചെയ്തത്? അപ്പോ അപ്പച്ചന് മനസ്സിലായി ഇതാരോ രാത്രി എഴുന്നേറ്റ് മൂത്രം ഒഴിച്ചാണ്. മഴയൊന്നും പെയ്തിട്ടില്ല, നല്ല ഉണങ്ങണം. അപ്പോ അവിടെ 10-50 ജോലിക്കാരുണ്ട്. അപ്പച്ചന് സ്ഥിരം ജോലിക്കാർ 10-50 പേരുണ്ട്. അവർ കുറച്ച് ആളുകൾ ഈ പിറ്റേ ദിവസം കൊപ്ര കൊണ്ടുകൊണ്ടായിട്ട് അവർക്ക് രാത്രി അവിടെ തന്നെയാണ് കിടന്നത്. അവർക്ക് കിടക്കാൻ സ്ഥലമൊക്കെ ഒരുക്കും. അപ്പൊ ചോദിച്ചു ആരടാ മൂത്രം ഒഴിച്ചെന്ന് ചോദിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞ അച്ഛാ ഞങ്ങളല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ, ഞങ്ങൾ എന്നെ അറിവില്ലാത്തവരാണോ ചെയ്തു. കുറെ എൻ്റെ അപ്പച്ചൻ 14 വയസ്സേ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു നമുക്ക് കുറിയിടണമെന്ന് പറഞ്ഞു. കുറിയിട്ട് സത്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോ അപ്പച്ചനുള്ള 50 പേരുടെയും പേരെഴുതി അപ്പച്ചൻ തന്നെ പേരെഴുതി കുറിയിട്ടു. വെട്ടത്തറയിൽ തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവിടെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ, സത്യസന്ധനായ ഒരു മനുഷ്യൻ. കുറിയെടുത്ത് അദ്ദേഹത്തിന്റെ വെട്ടത്തറയിൽ തോമസ്. അപ്പോ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു വെട്ടത്തറയിൽ തോമസ് കണ്ടോ. ഇല്ലപ്പച്ചൻ പറഞ്ഞു നീ ആടാ മുള്ളി എന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ച ഞാനങ്ങ് ചെയ്യില്ല, സത്യമായിട്ടും ചെയ്യില്ലേ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ലേ, വെളിവില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു രണ്ടാമതൊന്നുകൂടെ കുറിയിടാമെന്ന് പറഞ്ഞു. രണ്ടാമത് കുറിയിട്ടെടുത്തപ്പോഴും വെട്ടത്തറയിൽ തോമാച്ചൻ. അപ്പൊ പറഞ്ഞു, എല്ലാരും പറഞ്ഞു ഇത് തോമാച്ചൻ തന്നെയാണ്. അയാള് കാല് പിടിച്ചു പറഞ്ഞു എൻ്റെ അപ്പച്ച ഞാൻ ചെയ്യില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞു മൂന്നാമത് ഒരു പ്രാവശ്യമുണ്ട്, മൂന്നാമത് വെട്ടത്തറയിൽ തോമാച്ചൻ തന്നെ. അപ്പൊ എൻ്റെ അപ്പച്ചൻ ചെയ്തത് എന്താ പറയുക, 50 പ്രാവശ്യം പെട്ടെന്ന് തോമാച്ചൻ തന്നെ എഴുതിയ. എൻ്റെ അപ്പച്ചനാ രാത്രി എഴുന്നേറ്റ് മൂത്രം ഒഴിച്ചത്. അപ്പച്ചൻ മുൻനിർണയിച്ചു ഈ കുറ്റം ആരുടെ പേര് വെക്കണം, പെട്ടെന്ന് തോമാച്ചന്റെ തലയിൽ വെക്കണം. അപ്പൊ അങ്ങനെയൊന്നുമല്ല ദൈവം കാര്യങ്ങൾ നടത്തുന്നത്. ഇല്ല, അങ്ങനെയല്ല ദൈവം കാര്യങ്ങൾ നടത്തുന്നത്. ദൈവം ഒന്നിച്ച് കാര്യങ്ങള് മനുഷ്യന്റെ സഹായം ഒന്നും കൂടാതെ അങ്ങ് നടത്തുക ചെയ്ത്. ഞാൻ ഒരു തമാശ പറഞ്ഞ നമ്മുടെയൊക്കെ ചിലത്തെ മുൻനിർണയങ്ങൾ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് ചില മുൻനിർണയങ്ങള് നമ്മൾ നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ മാനസികമായിരിക്കും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അതിന്റെ പിന്നിൽ വെച്ചൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം തന്റെ സർവാധികാരത്തിൽ. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ വിശ്വസിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ശരിയായ ഉത്തരവാണ്. പക്ഷെ ആ ഉത്തരം എന്തുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്നുള്ള വേറൊരു ചോദ്യത്തേക്ക് നടത്തും. അപ്പൊ സുവിശേഷം കേട്ടതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ സുവിശേഷം കേട്ടപ്പോൾ നീ എന്തുകൊണ്ട് വിശ്വസിച്ചു? എനിക്കത് ശരിയാണെന്ന് ബോധ്യമായത് കൊണ്ടാണ്. അപ്പോ അവിടെ ഇരുന്ന് മറ്റാർക്കും ശരിയാണെന്ന് ബോധ്യമായില്ലേ? ചോദിച്ചും വരുമ്പോ ഞാൻ ആ സുവിശേഷം കേട്ട് വിശ്വസിക്കണമെന്ന് ദൈവം മുന്നമേ നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ടാണ്
അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ അതെനിക്കൊരു ആശ്വാസമാണ്. എന്താന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വസിച്ചത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, പിന്നെ ദൈവത്തിന്റെ നിശ്ചയപ്രകാരമാണ്. അതിലൊരു സന്തോഷമുണ്ടല്ലേ. ദൈവം എന്നെ കുറിച്ച് ചിന്തിച്ചെന്നും നിശ്ചയിച്ചെന്നും ഞാൻ അതിന് പ്രകാരമാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര ഉറപ്പുമൊക്കെ അതേ സംബന്ധിച്ചുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചോദ്യം വരും, ഞാൻ കേട്ടത് ശരിയാണോ, ശരിക്കാണോ ഞാൻ കേട്ടത്, ശരിക്കും ഞാൻ വിശ്വസിച്ചോ, അതോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നോ, അങ്ങനെ തന്നെയാണോ വിശ്വസിക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു പ്രസക്തിയില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:23 ദൈവം തന്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും. റോമാലേഖനം 11:2 നമ്മൾ നേരത്തെ വായിച്ച വേറൊരു കോണ്ടെക്സ്റ്റ്. അതുപോലെ 8:29, 1 പത്രോസ് 1:2 ഈ വേദഭാഗങ്ങളിലെല്ലാം ഈ വിഷയമുണ്ട്. അപ്പൊ മുന്നറിവിന് മുൻനിർണയം എന്ന ആശയം ഉണ്ടാകുവാനുള്ള കാരണം അറിവ് എന്ന വാക്കിന് തിരുവെഴുത്തുകളിൽ നൽകിയിട്ടുള്ള പ്രത്യേക അർത്ഥമാണ്. ഈ അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒന്നാണ്. ദൈവപ്രീതിക്ക് പാത്രമായി ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനാണ് അറിവ് എന്ന് പറയുന്നത്. അത് അറിവെന്ന് പറയുന്നത് ദൈവപ്രീതിക്ക് പാത്രമായി. ഇപ്പൊ പറഞ്ഞു, ഞാൻ ഇസ്രായേലിനെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന് ദൈവം പറയുമ്പോൾ മറ്റ് ലോകത്തിലുള്ള എല്ലാ ജാതികളെയും കൊണ്ട് അവരെ പറ്റി ഒന്നും അറിയില്ലെന്നാണോ? അങ്ങനെയല്ല. ഞാൻ ഇസ്രായേലിനെ മാത്രമേ എൻ്റെ പ്രീതിക്ക് കാരണമായി ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 18:19 വായിച്ചേ. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ കുറെ പരിപാടികൾ നടത്താൻ വേണ്ടിയാണ്. അതെ. അപ്പോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവരിൽ അങ്ങനെ പ്രസാദമായി, ദൈവത്തിന് അങ്ങനെ പ്രസാദമായി. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് പുസ്തകം 2:25 ദൈവം അറിഞ്ഞു, ദൈവം കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. അവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം കടാക്ഷിച്ചു എന്നുള്ളതിന് ഒന്ന് ഓഗ്മെന്റ് ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷ്. ഓഗ്മെന്റ് ചെയ്യുന്നു, അതിനെ ഒന്നുകൂടെ ശക്തമാക്കുക ആശയം. അറിഞ്ഞു, ദൈവം അറിഞ്ഞു. സങ്കീർത്തനങ്ങൾ 1:6 ദൈവം നീതിമാന്മാരുടെ വഴി അറിയുന്നു. പിന്നെ ബാക്കിയുടെ വായിക്കും അറിയാം ദുഷ്ടന്മാരുടെ വഴിയോ. അതെ, അവിടെയൊക്കെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ബുദ്ധി കൊണ്ട് അറിയുന്നു എന്നുള്ളതിനേക്കാൾ നീതിമാന്മാരുടെ വഴി ദൈവം അംഗീകരിക്കുന്നു, ദുഷ്ടന്മാരുടെ വഴി നാശമാണ്. ദൈവം അംഗീകരിക്കുന്നു, ദൈവം തന്നെ ഒരു കമ്പ്യൂട്ടർ എന്ന നിലയിൽ അറിയുന്നു എന്നുള്ളതിനേക്കാൾ അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. യിരെമ്യാ പ്രവചനം 1:5 നിന്നെ ഉദരത്തിൽ ഉരുവാക്കിന് ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്നേ ഞാൻ നിന്നെ അംഗീകരിച്ചതാണ്, നിന്നെ സ്നേഹിച്ചതാണ്, നിന്നെ കുറിച്ച് ഞാൻ നിശ്ചയിച്ചതാണ്. നീ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിനൊക്കെ മുമ്പ് നിന്നെ അറിഞ്ഞാണെന്നു. എനിക്ക് അന്നേ നിന്നോട് സ്നേഹമുണ്ടായി, നിന്നെ ഞാൻ അംഗീകരിച്ചതാണ്. ഇല്ലാത്ത ഒന്നിനെ അറിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇല്ലാത്ത ഒന്നിനെ അറിയുക അല്ലേ. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിനുണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറയുന്നത് ആദാമിന് ആദ്യത്തെ മകനായിരിക്കുന്ന കയ്യനും പിന്നെ ഹാബേലും അവർ പോയിട്ട് പിന്നെ സേത്തിന്റെ അതിലാണല്ലോ നമ്മൾ ഇങ്ങനെ മനുഷ്യവർഗം എല്ലാം പിന്നെ വരുന്ന നല്ല മനുഷ്യവർഗം. അപ്പൊ അതിനൊക്കെ മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു, ലോകസാധനത്തിന് മുമ്പേ അറിഞ്ഞു എന്നാ പറയുന്നത്. എന്ന് പറയാൻ അന്നേ എന്നെ അംഗീകരിച്ച് വെച്ചിരിക്കുക ദൈവം. അന്നേ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം അംഗീകരിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആമോസ് 3:2 ഇവിടെ എല്ലാം ദൈവം മുന്നമേ ദൈവപ്രീതിക്ക് പാത്രമായി തിരഞ്ഞെടുത്തു എന്നാണ്. ഞാൻ നിന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ മേയിച്ചു, ഞാൻ നിന്നെ കരുതി. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന അറിവിനെ കുറിച്ചാണ്. മത്തായി 7:23 നിങ്ങൾക്ക് എല്ലാം അറിയാം. ഒരു കൂട്ടം ആളുകൾ കർത്താവിനൊക്കെ വന്ന് കർത്താവേ കർത്താവേ ഞാൻ നിന്റെ നാമതീതി ചെയ്തു എന്ന് പറയുന്നത് കർത്താവിനോട് പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ദൈവത്തിന് അവരെ കുറിച്ച് അറിയില്ലെന്നാണ്. നിങ്ങൾ ഒരു കൂട്ടം ആളുകളല്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനൊരു കൂട്ടരുണ്ടെന്നൊക്കെ കർത്താവ് അറിയാം, അതേക്കുറിച്ചല്ല പറഞ്ഞു. ഞാൻ നിങ്ങളെ അംഗീകരിച്ചിട്ടേ ഇല്ല, ഒരു നാളും പറയുന്നില്ല. നിങ്ങളെ എൻ്റെ പരിഗണനയിലോ എൻ്റെ പുസ്തകത്തിലോ എൻ്റെ തെരഞ്ഞെടുപ്പിലോ ഒന്നും പെട്ടതായിരിക്കുന്ന ആളുകളെ അല്ല. 1 കൊരിന്ത്യർ 8:3 ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലും അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ മത്തായി ദൈവത്തെ സ്നേഹിക്കുന്നു. അപ്പം മത്തായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടെന്ന് ദൈവം അറിയുന്നതല്ല, അവനെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ. ഇവൻ ദൈവത്തെ സ്നേഹിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ദൈവം അവനെ അംഗീകരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മളൊക്കെ ഞായറാഴ്ച പോയി സ്തോത്രം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ അതിന് മുമ്പേ അംഗീകരിച്ചത് കൊണ്ടാണ്. അല്ലേ നമ്മളാരും പോവുകയില്ല, ആ വഴിക്ക് തിരിയില്ല. അംഗീകരിച്ചിട്ട് തന്നെയാ വഴിക്ക് എന്ത് പ്രയാസപ്പെട്ടാ തിരിയുന്നത്. ഗലാത്യലേഖനം 4:9 ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു.
നമ്മൾ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ നാം അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ അവനെ കുറിച്ച് ഗ്രഹിക്കുന്നു പറയാം. ദൈവം നമ്മെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നമ്മെ അംഗീകരിച്ചിരിക്കുന്നു. അല്ല, ഈ ലോകത്തുള്ളതായിരിക്കുന്ന ഈ ഇന്ത്യയിലുള്ളത് 120 കോടിയോ 140 കോടിയോ ഉണ്ട്. ഈ 140 കോടി ഏത് മനുഷ്യന് ദൈവത്തിന് അറിയാൻ വയ്യാത്തത്? ആ 140 കോടി ആളുകളും പക്ഷെ ആ അർത്ഥത്തിലല്ല അറിവെന്ന് പറയുന്നത്. പിന്നെ ഈ 140 കോടി ആളുകളെ ദൈവം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവം അതിലെ അങ്ങ് അറിയിച്ചിട്ട് കുറച്ച് ആളുകളുണ്ട് അവിടെ ഇവിടെയുമായി. ആ അംഗീകരിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. 2 തിമോഥെയോസ് 2:19 കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, കർത്താവ് തനിക്കുള്ളവരെ അംഗീകരിച്ചിരിക്കുന്നു, അവരെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം അവരെ കരുതുന്നു. അപ്പോ ഈ അറിവെന്ന് പറയുന്നതിൻ്റെ അകത്ത് കേവലം ഫാക്ച്വൽ നോളജ് അല്ല എന്ന് ചുരുക്കം. ദിസ് ഈസ് നോട്ട് ഫാക്ച്വൽ നോളജ്, ഇറ്റ് ഈസ് എന്താ പറയേണ്ടത്, അത് ഒരു അംഗീകാരമാണ്, ഒരു അക്സെപ്റ്റൻസ് ആണ്, അപ്രൂവൽ ആണ്, ഫേവർ ആണ്, ദൈവത്തിന്റെ പ്രത്യേക കൺസിഡറേഷൻ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ആ നിലയിൽ ദൈവം നമ്മളെ അറിഞ്ഞു സ്നേഹിക്കുന്നു എന്നുള്ളത് എത്ര മനോഹരമാണ്. 1 യോഹന്നാൻ 3:1 ലോകം അവനെ അറിഞ്ഞിട്ടില്ല, ലോകം ദൈവത്തെ അംഗീകരിക്കുന്നില്ല, നാം അവനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോ ഈ മുന്നറിവ് എന്നുള്ളതിന് മുൻനിർണയം എന്ന ആശയം ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന കാരണമായി ഞാൻ പറഞ്ഞ ഈ അറിവ് എന്ന വാക്കിന് തിരുവെഴുത്തുകളിൽ നൽകിയിട്ടുള്ളതായിരിക്കുന്ന ആശയം ഈ വിവരങ്ങള് ബുദ്ധിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതല്ല, അംഗീകരിക്കുക, സ്നേഹിക്കുക, കരുതുക എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ആശയമാണ്. ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, വൈകാരികമായിരിക്കുന്ന ഒരു ഇൻവോൾവ്മെന്റ് അതിലുണ്ട്. ദൈവം നമ്മെ അക്സെപ്റ്റ് ചെയ്യുന്നു, ദൈവം നമ്മെ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായി തീരുന്നു എന്നൊക്കെയുള്ള ഒരു പേഴ്സണൽ ഇന്റിമസി എന്ന് പറയുന്നതായിരിക്കും ഒരു ആശയം കൂടെ അതിലുണ്ട്. പഴയ നിയമം നോക്കിയാൽ നമുക്കറിയാം പലയിടത്തും ഈ അറിവും സ്നേഹവും ഒക്കെ ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 4:37 സ്നേഹിച്ചത് കൊണ്ട് തിരഞ്ഞെടുത്തു. ഇതാണ് സ്നേഹം, അറിവ്, തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആശയങ്ങളായിട്ടാണ് പലരും ഇരിക്കുന്നത്. ദൈവം പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 13-ാം വാക്യവും, ആവർത്തനം 7:8-13 സ്നേഹവും വീണ്ടെടുപ്പും എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടതായിരിക്കുന്ന ആശയങ്ങളാണ്, ബന്ധപ്പെട്ട ആശയങ്ങളാണ്. 10-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ആവർത്തനം 10:15 നിന്റെ പിതാക്കന്മാരുടെ മാത്രം പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. 23-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് അനുഗ്രഹം. 1 രാജാക്കന്മാർ 10:9 നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിന്നെ അംഗീകരിച്ചത് കൊണ്ട് നിന്നെ രാജാവാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം പിൻപിൽ ദൈവത്തിന്റെ സ്നേഹമുണ്ട്. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ അറിവും ഒക്കെ ബന്ധപ്പെട്ടതായിരിക്കുന്ന ആശയങ്ങളാണ്. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ബാലനായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേല് അബ്രഹാമിനെ വിളിച്ചു, അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്തു, ഇസ്ഹാക്കിന് യാക്കോബിനെ കൊടുത്തു, യാക്കോബിന് 12 മക്കളെ കൊടുത്തു. 12 മക്കളിൽ നിന്നും ഇസ്രായേൽ ജനത ഉത്ഭവിച്ചു. അവരൊക്കെ ബാലനാണ്, ശിശുക്കളാണ്. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞാണ് ഒരു രാജ്യമാകുന്നത്. പിന്നെയും 400 വർഷങ്ങൾ അവിടെ കഴിഞ്ഞ് പിന്നെ അവരെ അവിടെ നിന്ന് 430 വർഷം കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നു. സീനായ പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷനായി അവിടെ വെച്ച് ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം വായിച്ച് ജനത്തെ കേൾപ്പിച്ചു. ജനം അതിനെല്ലാം ആമേൻ പറഞ്ഞു. ന്യായപ്രമാണം റാറ്റിഫൈ ചെയ്യാൻ കാളകളെ അറുത്തു, ആടുകളെ അറുത്തു, അതിന്റെ രക്തം ജനങ്ങളുടെ മേൽ തളിച്ചു. അങ്ങനെ അവരൊരു ജാതിയായി തീർന്നു, ഒരു രാഷ്ട്രമായി തീർന്നു. That's where they became a people, a nation. അത് വലിയ സംഭവമാണ്. ന്യായപ്രമാണം അങ്ങനെ കൊടുത്തു. വെറുതെ ജാതിയൊന്നും ആയി തീരുകയില്ല, ഒരു പീപ്പിളായെന്നുള്ളതല്ലാതെ അവരൊരു രാഷ്ട്രമായെന്ന് പറയുന്നത് അങ്ങനെയാണ്. അവരുടെ രാജാതിരാജാവായവൻ സീനായി പർവ്വതത്തിന് മേൽ വന്നു ഭയങ്കര ഇടിമുഴക്കവും പുകയും എല്ലാമായി. ഒരു മൃഗം പോലും പർവ്വതം തൊട്ടുകൂടാന്ന് വന്നു. മോശയെ വിളിച്ചു, കൽപ്പനകൾ കൊടുത്തു, ഒരു പ്രാവശ്യം എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെയും ദൈവം അതിൽ തന്നെ ദൈവം തന്നെ എഴുതി കൊടുത്തു. അത് കൊണ്ടുവന്നു, ജനക്കൂട്ടത്തെ വിളിച്ചു, വായിച്ചു കേൾപ്പിച്ചു. ജനമെല്ലാം പറഞ്ഞു ഞങ്ങൾ യഹോവ കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുമെന്ന് പറഞ്ഞു. മോശ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഒക്കുകയില്ലെന്ന് പറഞ്ഞു. അല്ലേ ഞങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞു. ശരി, പുരോഹിതന്മാർ യാഗം കഴിച്ച് ഒരു ആഗ്രഹത്തെ അവരുടെ മേൽ തെളിച്ചു. They made a covenant. They became a covenant people, covenanted people. ഉടമ്പടി ചെയ്ത ജാതിയായ ജനമായി അവർ ദൈവത്തിന്റെ ജനമായി തീർന്നു. അങ്ങനെയാണ് അവർ ദൈവത്തിന്റെ ജനമായി തീർന്നത്. അപ്പോൾ ദൈവം ബാലനായിരുന്നപ്പോൾ, ഒരു ശിശുവായിരുന്നപ്പോൾ, രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്രായേൽ ജനം ഒരു രാഷ്ട്രം
ഫോം ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ അവര് റൂട്ട് ഫോമിലായിരുന്നപ്പോഴേ ദൈവം അവരെ അംഗീകരിച്ചു, ദൈവം അവരെ അക്സെപ്റ്റ് ചെയ്തു. അവർ ഓരോരുത്തരും ചെയ്ത ഓരോ വേണ്ടാതീനവും ദൈവം അംഗീകരിച്ചെന്നോ സ്നേഹിച്ചെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം. ആസ് എ പീപ്പിൾ, ഒരു ജനമെന്ന നിലയിൽ ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവം അവരെ അംഗീകരിച്ചു എന്നുള്ളതായിരിക്കുന്ന വിലയേറിയ സത്യമാണ്. 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ഹോശേയ 14:4. ദൈവം അവരെ അംഗീകരിച്ചത് കൊണ്ടാണ് അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നത്. ആ ചികിത്സിച്ചൊക്കെ ചില ചവിട്ടി തിരുമ്പ് പോലെ ചില ബലം പ്രയോഗിച്ച ദൈവം തിരുമ്പിയെങ്കിലൊക്കെ അത് ശരിയാകും, അല്ലാതെ ശരിയാവില്ല. എങ്കിലും ദൈവം അവരെ ശരിയാക്കിയത്. അങ്ങനെ വേറൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം അവരെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പോയി അവരുടെ ഹൃദ്യമായി സംസാരിച്ചു. ചെവിക്കൊക്കെ പിടിച്ചു പറഞ്ഞു, മോനെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോടാ, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, ഞാൻ നിന്നെയൊക്കെ വിളിച്ചു വരുത്തി അറിയില്ലെന്ന് പറഞ്ഞു. ആ കർത്താവെ അങ്ങനെയാന്ന് പറഞ്ഞു. എന്നാ ശരി, എന്നാ ഏത്ത് വിടെന്ന് പറഞ്ഞ് ഏത്ത് വിട്ടു. ഇനി മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പിന്മാറ്റത്തെയൊക്കെ ചികിത്സിച്ചു. ബാബിലോണിൽ കൊണ്ടിട്ടാ ചികിത്സിച്ചത്. വിഗ്രഹങ്ങളെ ആരാധിച്ചതായിരിക്കുന്ന അവരെ ബാബിലോണിൽ കൊണ്ടിട്ട് ചികിത്സിച്ചു. എങ്ങനെയാ ചികിത്സിച്ചെന്നറിയാമോ? വിഗ്രഹങ്ങളുടെ കൂടാണ് ബാബിലോൺ എന്ന് പറയുന്നത്. ആ വിഗ്രഹങ്ങൾ വെറും മിഥ്യയാണ് എന്ന് ബാബിലോണിൽ വെച്ച് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ബാബിൽ എന്ന് പറഞ്ഞ സാമ്രാജ്യത്തെ രക്ഷിക്കാൻ അവരുടെ ബേലിനോ അവരുടെ വേറെ ഒരു ദേവന്മാർക്കോ സാധ്യമല്ല. വിഗ്രഹാരാധനയുടെ മ്ലേച്ഛത, അതിന്റെ വ്യർത്ഥത ഇസ്രയേൽ ബാബിലിൽ വെച്ച് പഠിച്ചു എന്നാണ്. അതിനുശേഷം ഒരിക്കലും ബാബിലോന്റെ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരു യഹൂദനും ഒരിക്കലും ഒരു വിഗ്രഹത്തെ നമസ്കരിച്ചിട്ടില്ല. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, സ്വർണം കൊണ്ടുണ്ടാക്കിയാലും വെള്ളി കൊണ്ടുണ്ടാക്കിയാലും താമ്രം കൊണ്ടുണ്ടാക്കിയാലും കല്ലുകൊണ്ടുണ്ടാക്കിയാലും മണ്ണുകൊണ്ടുണ്ടാക്കിയാലും സ്വർഗത്തിലെ ദൈവം ഒരടി അടിക്കുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്നതാണ്. ഇവരുടെ ദേവന്മാരും ദേവിമാരും അതിനെ സേവിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരെ ചികിത്സിച്ച് ഭേദമാക്കുമെന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ചികിത്സയൊക്കെ ചേർന്നു പോകുന്നതാണ്. മലാഖി പ്രവചനം 1-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം, ദൈവം അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞപ്പോ അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? ചില അപ്പന്മാർ പറയും, മോനെ എനിക്കിനോട് സ്നേഹം, കുറച്ച് സ്നേഹമാണ്, എന്തോന്റെ സ്നേഹമാണ് എന്നൊക്കെ ചോദിക്കില്ല. അങ്ങനെ ചോദിക്കും, മക്കളൊക്കെ അങ്ങനെ ചോദിക്കും. നമ്മുടെ സ്വഭാവം അതാ. ദൈവത്തോടും അങ്ങനെ ചോദിക്കും. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട് സ്നേഹിക്കും? എടാ, നിന്റെ വല്യപ്പൻ ഇസാക്ക് റബേക്കയ്ക്ക് 2 പിള്ളേരെ ഇവിടെ ഉണ്ടായെന്ന് ചോദിച്ചു. യാക്കോബെന്നും ഏശാവെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവരിൽ ആരാടാ നല്ലതെന്ന് ചോദിച്ചു. വാസ്തവത്തില് ആ ചരിത്രം കഥ വായിച്ചാൽ എല്ലാവർക്കും ആരോടാ ഇഷ്ടം തോന്നുന്നത്? ഏശാവിന്. എനിക്ക് വായിച്ചപ്പോ ഏശാവിനോട് ഇഷ്ടം തോന്നി. എന്നാലും വേർത്തൊലിച്ചു വന്നപ്പോ ഒരു ശകലം പായസം കൊച്ചനിയാതാമെന്ന് ചോദിച്ചു പറഞ്ഞ് ഏശാവാസം ഇങ്ങോട്ട് തരാൻ. എന്തൊരു ഭയങ്കരനാ. പിന്നെ ചേട്ടന്റെ ഉടുപ്പ് എടുത്തിട്ട് അപ്പനെയും കവിളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിച്ചു. എന്നിട്ട് ദൈവം ആരെയാ സ്നേഹിച്ചത്? ദൈവം എന്നിട്ട് അതാണ് ഈ ദൈവത്തിന്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ യോഗ്യതയൊന്നും അടിസ്ഥാനത്തിലല്ല. മക്കൾ ജനിക്കുകയോ നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുമ്പ് അനിയനെ സ്നേഹിച്ചു, ജ്യേഷ്ഠനെ വെറുത്തു. ഇതൊക്കെ ദൈവത്തിൻ്റെതായിരിക്കുന്ന പരിപാടികളാണ്. ദൈവം പറയാ ഞങ്ങളെ സ്നേഹിച്ചു എന്ന്. അതെ, നമ്മളെയൊക്കെ ദൈവം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക, എന്തോ സ്നേഹമാ? നിരീശ്വരൻ നോക്കിക്കേ, അവൻ എത്രയൊക്കെ വസ്തുണ്ട്, എന്ന് മാത്രം സ്വർണ്ണമുണ്ട്, എത്ര കാറുകൾ അവന് മുന്നിൽ കിടക്കുന്നത്. ഞാൻ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് രാവിലെയുമായിട്ട് പ്രാർത്ഥിച്ച് നടക്കുക. എനിക്ക് അരി വാങ്ങിക്കാൻ, റേഷൻ വാങ്ങിക്കാൻ കാശില്ല, പിന്നെ എന്തോ സ്നേഹമാ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അല്ലേ? അങ്ങ് ചോദിക്കും ദൈവത്തോട്. നമുക്ക് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ചോദിക്കും. അപ്പം ദൈവത്തിന് അതൊക്കെ പറയാനുണ്ട്. നീ കണ്ണുയർത്തിയ നരകത്തിലേക്ക് നോക്കിയാൽ നിത്യ നരകത്തിൽ അവൻ ചെന്ന് വീഴാൻ പോകുന്നത്. നീ എവിടെയാ? നിത്യ സ്വർഗത്തിലാ. അപ്പൊ ആരെയാടാ സ്നേഹിച്ചത്? കോടാനുകോടി വർഷങ്ങൾ നീ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ കോടാനുകോടി വർഷങ്ങൾ അവൻ നരകത്തിലാണ് കിടക്കുന്നത്. ഇന്നിപ്പോ അവനൊരു കൊട്ടാരത്തിൽ വസിക്കുന്നു, നീ കുടിൽ വസിക്കുന്നു. ഞാൻ ആരെയാടാ സ്നേഹിച്ചത്? ദൈവം ചിലതൊക്കെ ചോദിക്കും നമ്മോട്. നമുക്ക് ഈ വർത്തമാനകാലത്തെ കാണാനുള്ള കണ്ണേ ഉള്ളൂ. നമ്മുടെ ഒരു കുഴപ്പം അതാ. നമുക്ക് വർത്തമാനകാലത്തെ കാണാനുള്ള കണ്ണേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് കാണാനുള്ള കണ്ണില്ല. അതിനപ്പുറത്തേക്ക് കാണാനുള്ള കണ്ണുള്ളവർക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ദൈവം പറഞ്ഞു, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാ ഏശാവിനെ ദ്വേഷിച്ചത്? ഏശാവ് എന്തോ കുറ്റം ചെയ്തിട്ടാ? ദൈവം തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ദ്വേഷിക്കാൻ തുടങ്ങിയെന്ന്. ദൈവത്തിന്റെ സർവാധികാര കൃപയെന്ന് പറഞ്ഞു തന്നു. എനിക്ക് കരുണ തോന്നണമെന്നുള്ളതിനോട് ഞാൻ കരുണ തോന്നും. കരുണ തോന്നാതെ തോന്നിയില്ല. എന്നോട് ചോദിക്കാൻ ആരാ? പൗലോസ് റോമാലേഖനത്തിലൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ ദൈവത്തിന്റെ മുന്നറിവിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, ഞാൻ തന്നെ എഴുതി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം ചെയ്യുന്നത് തെറ്റല്ലേ? ദൈവത്തിന് തോന്നിയവനെ രക്ഷിക്കാനായിട്ട് പോകാതെ പിന്നെ ഞങ്ങൾ വിശ്വസിച്ചില്ല, നീ വിശ്വസിച്ചില്ല, വിശ്വസിക്കാത്തവർ നിന്നെ നരകത്തിൽ നിന്നവരും തെറ്റല്ലേ?
പൗലോസൻ ഉത്തരവൊന്നും പറയുന്നില്ല, ഷടപ്പ് പറഞ്ഞിട്ട്. ഷടപ്പ്. കുശവൻ പാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രം കലമായിട്ടും ഒരു പാത്രം കുടമായിട്ടും ഒരു പാത്രം കക്കൂസിലെ ആവശ്യത്തിന് ഒരു പാത്രം ഇല്ലേ. ഈ പാത്രങ്ങൾ വല്ലതും കുശവനോട് ചോദിക്കുമോ, നീ എന്നെ എന്തിനാ കക്കൂസിലേക്ക് ഉണ്ടാക്കിയത്? അവനെ നീ ചോദിക്കൂടാന്ന് ചോദിച്ചു. ദൈവം നിന്നെ കാണുന്ന ഒരു കുശവന്റെ കയ്യിലെ പാത്രം പോലെ ഉള്ളൂ. നിനക്ക് പിന്നെ ബളബളാന്ന് പറയാനുള്ളൂ. നാക്ക് വന്നിട്ടുള്ളത് നീ ബളബളാന്ന് പറയുന്നു. പാത്രത്തിന് അതില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അതുകൊണ്ട് ദൈവത്തോടൊന്നും പറയണ്ട. ദൈവത്തെ ആരാധിച്ച് ദൈവമേ ഞങ്ങളെ സ്നേഹിച്ചതിന്, ഞങ്ങളെ മുൻനിർണയിച്ചതിന് നന്ദി എന്നങ്ങ് പറയുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു അതിപ്രധാനമായ വാക്ക് വിളി എന്നാണ്, കോളിംഗ്. ഈ വാക്ക് 700 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 700 പ്രാവശ്യം. ഇതിനെ പല എബ്രായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഖാറ എന്ന എബ്രായ പദവും കലേയോ എന്ന ഗ്രീക്ക് പദവുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ. എന്നാലും വേറെയും പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വിളി എന്നുള്ളതിന് അനേക അർത്ഥങ്ങളുണ്ട്. നാമകരണം ചെയ്യുക എന്ന അർത്ഥമുണ്ട്. നാമകരണം ചെയ്യുക, പേരിടുക. ഉൽപ്പത്തി പുസ്തകം 16:11 വായിച്ച്, അവന് പേർ വിളി, ഇസ്രായേൽ എന്ന് പേർ വിളിക്കണം എന്നുള്ളതാണ്. അപ്പൊ നാമകരണം ചെയ്യുന്നതിനാണ്. അവനെ വിളിക്കണം. എന്ത് വിളിക്കണം? ഇസ്രായേൽ എന്ന് വിളിക്കണം, പേരിടുക. യെശയ്യാ 9:6 പേർ വിളിക്കപ്പെടും. കോൾഡ്, ഹി ഷാൽ ബി കോൾഡ്. പേർ വിളിക്കും. ഇതിനെല്ലാം ഈ ഖാറ എന്ന വാക്ക്, എബ്രായ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ നാമകരണം ചെയ്യുന്നതിന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാനത്തേക്ക് ഒരാളെ നിയമിക്കുന്നതിന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 31:2 പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? സമാഗമന കൂടാരത്തിലെ ഫർണിച്ചർ എല്ലാം ഉണ്ടാക്കാൻ, സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഉള്ള പ്രത്യേക കഴിവുള്ളവനാണ്. ഞാൻ അവനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ മെയ്ഡ് ഹിം ദി ആർക്കിടെക്ട്. അവനെ ആ പണിയുടെ ഇൻചാർജ് ആക്കി വെച്ചു. പുറപ്പാട് ദിവസം 31:2. യെശയ്യാവ് 22:20 ഞാൻ എല്യാക്കീമിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13:2 ഞാൻ ബർന്നബാസിനെ ശൗലിനെ വിളിച്ചിരിക്കുന്ന വേല വേർതിരിപ്പീൻ എന്നവിടെ പറയുന്നുണ്ട്. റോമാലേഖനം 1:1 പറയുന്നുണ്ട്, അപ്പോസ്തോലൻ എന്ന് പേർ വിളിക്കപ്പെട്ടു. കോൾഡ് ടു ബി എൻ അപ്പോസ്റ്റൽ. ഓരോ പൊസിഷന്റെ ഇതാണ്. എബ്രായ ലേഖനം 5:4 പുരോഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. യെശയ്യാവ് 42:6, 7 ഇസ്രായേലിനെ പേർ ചൊല്ലി വിളിച്ചു. അപ്പൊ അങ്ങനെ ഓരോരോ ഔദ്യോഗിക സ്ഥാനത്തേക്കുള്ള വിളി, അതും ഇതിന്റെ ഭാഗമാണ്. എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളി മാത്രമല്ല, ഓരോരോ നിയമനങ്ങൾ പേർ ചൊല്ലി വിളിക്കും. വിളി എന്നാ പറയുന്നത്, കോളിംഗ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ആ വാക്ക് സാധനം ഉപയോഗിക്കും, മൈ കോളിംഗ് ഈസ് ടു ബി എ ടീച്ചർ. മൈ കോളിംഗ് ഈസ് ടു ബി എ ടീച്ചർ. ഒരു ഉപദേഷ്ടാവായിരിക്കാനാണ് എൻ്റെ വിളി. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കാനല്ലേ പറഞ്ഞത്. ചിലരെ അപ്പോസ്തലന്മാരായി വിളിച്ചിട്ടുണ്ട്, ചിലരെ പ്രവാചകന്മാരായി വിളിച്ചിട്ടുണ്ട്, ചിലരെ സുവിശേഷകന്മാരായി വിളിച്ചിട്ടുണ്ട്, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ വിളിയുണ്ട്. ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. നിങ്ങളുടെ വിളി എന്താണ്? യു മേ ബി എ ടീച്ചർ, യു മേ ബി എ പ്രീച്ചർ, യു മേ ബി എൻ ഇവാഞ്ചലിസ്റ്റ്, യു മേ ബി എ ഡീക്കൻ, യു മേ ബി എൻ എൽഡർ. ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ദ കോളിംഗ്. കോളിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിളി വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കർത്താവിന്റെ വിളി രക്ഷയുള്ള ബന്ധത്തിൽ മാത്രമല്ല, ശുശ്രൂഷയുള്ള ബന്ധത്തിലും ഉണ്ട്. പ്രത്യേക അവസ്ഥയ്ക്കുള്ള ഒരു നിയോഗമുണ്ട്. 1 കൊരിന്ത്യർ 7 നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, ദാസനായി തന്നെ ഇരിക്കുക. സ്വതന്ത്രനായി വിളിക്കപ്പെട്ടുവോ, കണ്ടില്ലേ, ഒരവസ്ഥയാണ്. ദാസാവസ്ഥ, സ്വതന്ത്രാവസ്ഥ, അങ്ങനെയുള്ള വിളികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. ചിലരെ ദൈവദാസന്മാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, ചിലരെ സ്വതന്ത്രരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, ചിലരെ വിധവകളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്, ചിലരെ ദൈവം ഭാര്യയായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോ വിളിയുണ്ട്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് പ്ലാൻ, ഗോഡ്സ് പർപ്പസ് ആൻഡ് പ്ലാൻ. പിന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ് നമ്മൾ ഈ പറയുന്ന വിളി എന്ന് പറയുന്നത്. ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ്. അതല്ലാതുള്ള ഒരുപാട് വിളികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളി, അതാണ് വിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളിയെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന അവസ്ഥ അതാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളി. ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ മുന്നറിഞ്ഞു, ദൈവം നമ്മെ മുൻനിയമിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ സർവാധികാര പ്രവർത്തനങ്ങളാണുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം.
എന്റെ വിളിയെക്കുറിച്ച് എനിക്ക് ബോധ്യമായത് ഭയങ്കര എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ വലിയ സംഭവമാണ്. ദൈവം എന്നെ ഇതിനാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കി പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല, മുന്നോട്ടും പുറകോട്ടും നോക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് വാട്ട് മൈ കോളിംഗ്. പിന്നെ അതിൽ തന്നെ അങ്ങ് ഇരിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ചിലർക്ക് അവരുടെ വിളിയെപ്പറ്റി ഒന്നും അറിയില്ല, അവരെ വിളിച്ചിട്ടുണ്ടോ ഒന്നും അവർക്ക് അറിയില്ല. അവർ കിടന്ന് അങ്കമാലിക്കാർ പറയുന്ന പോലെ വണ്ടിക്ക് ചക്രമില്ല കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞ പോലെ ചില വിശ്വാസികളുടെ കറക്കം കാണുമ്പോൾ യാതൊരു ലക്കും ലഗാനും ഇല്ലെന്ന് പറയും. ദൈവം അവരെ വിളിച്ചിട്ടുണ്ടെന്ന് പറയില്ല, ദൈവം അവരെ മുന്നറിഞ്ഞിട്ടുണ്ടെന്ന് പറയില്ല, അവരുടെ മുൻനിർണയത്തെ കുറിച്ചും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഒന്നും അറിയില്ല. ആളുകൾ പറയും എനിക്കൊന്നും അറിയില്ല, ഞാൻ സുവിശേഷം കേട്ടു, ഞാൻ കൈ നോക്കി, അവർ പറഞ്ഞു രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു, കുറച്ച് ദിവസം പറഞ്ഞു മുങ്ങണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു റെഡിയാന്ന് പറഞ്ഞു, ഞാൻ മുങ്ങി. പിന്നെ അവരെൻ്റെ ഇടയ്ക്ക് ഒരു അപ്പവും ഇച്ചിരി മുന്തിരിച്ചാരം കൊണ്ടുവരും, ഞാനത് വാങ്ങി തന്നേച്ച് അവിടെ നിന്ന് ഇതുമായിട്ട് ഉറങ്ങും. അവർ കുറച്ചൊക്കെ ബബ്ബ പറയും, ഞാൻ ചിലതൊക്കെ കേൾക്കും. പിന്നെ ഞാൻ പറയും ഇത്ര കാശും അതിൻ്റെ അകത്ത് ഞാൻ പോയി. എൻ്റെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിലരുടെ ക്രിസ്ത്യ ജീവിതം അത്രയേ ഉള്ളൂ, അതിൽ കൂടെ ഒന്നുമില്ല. ചരിത്ര കൂടുതൽ കാശിട്ട് കുറച്ച് കാശിടുവന്നേ ഉള്ളൂ. അല്ല, ഇത് നമ്മൾ വായിച്ചൊന്നും അവർക്ക് വിഷയമല്ല. അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് അതൊന്നും യാഥാർത്ഥ്യവും അല്ലെന്ന് അവർ തോന്നും. പക്ഷേ സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ അവർക്ക് തോന്നിയാലും അതിന് പിന്നിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സർവാധികാരവും ദൈവത്തിന്റെ സർവജ്ഞാനവും ദൈവത്തിന്റെ നിർണയവും ദൈവത്തിന്റെ വിളിയും ഒക്കെ അതിന് പിന്നിൽ ഉണ്ട്. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പൊട്ടനായിരിക്കാനാണ് ദൈവനെ വിളിച്ചതെന്ന് തോന്നുന്നു. കാര്യം സത്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ ഒരു പൊട്ടനായിട്ടിരിക്കാൻ വേണ്ടി വിളിച്ചാന്നോ, അങ്ങനെ വിളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബൈബിൾ മുഴുവൻ നോക്കിയിട്ട് ആരെയും പൊട്ടനായിരിക്കാനായിട്ട് ദൈവം വിളിക്കുന്നില്ല. എങ്കിലും പലരും അങ്ങനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്റെ ദാസനേക്കാൾ പൊട്ടനാരെ, മൂവനാരെ, ഊമനാരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാവമുണ്ട്. കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഒക്കെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ പോരാ. നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്ക് നല്ല ഉറപ്പുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ മുൻനിർണയത്തെക്കുറിച്ചും ദൈവത്തിന്റെ വിളിയെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നാം വളരെ തിട്ടമുള്ളവരായിരിക്കും. അതെ, ഇതേക്കുറിച്ചൊന്നും സംശയം വരുന്നത്. ഇതേക്കുറിച്ചൊക്കെ സംശയം വന്നാൽ നമ്മുടെ ക്രിസ്തീയത്തിന് യാതൊരു അർത്ഥവുമില്ല, ഒരു സന്തോഷവും ഇല്ല. ചിലരുടെ മുഖത്ത് നോക്കിയാലേ ഈ ആലപ്പുഴ കച്ചവടമൊക്കെ കഴിഞ്ഞ് ചില മനുഷ്യൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് ചോദിച്ചാൽ ലാഭം കിട്ടി എന്നുള്ളതാണ്. വേറെ ചിലർ അവർ കൊപ്രായം കൊണ്ട് കൊടുത്തിട്ട് അതാണ് ഇവർ 50,000 വാങ്ങിച്ച കൊപ്ര 60,000 കൊണ്ട് വിറ്റേച്ച് ഇനി 20,000 രൂപ എങ്ങനെ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്ന പാപ്പമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാവരും എന്താ പറ്റാ എങ്ങനെ ഒന്നും പറയണ്ട മോനെ, ഒന്നും പറയണ്ട. പല വിശ്വാസികളെ അങ്ങനെയാണ് ഈ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചതും കർത്താവിനെ ഏറ്റു പറഞ്ഞ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമായെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. കയറി പോരാൻ നോക്കുകയില്ല, എന്ത് ചെയ്യാൻ ഇറങ്ങുകയും ചെയ്തു. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്തത്, ഒരു ആവേശം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാനിങ്ങനെ വാടിക്കറിഞ്ഞ ചെടി പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കലും ഒരു തകർത്ത ഇല എൻ്റെ ഉണ്ടാകുന്നത് എന്ന് നോക്കിയാലും ഇങ്ങനെ വാടിക്കരിഞ്ഞ് അതെന്താ ഞാൻ അങ്ങനെ ഇരിക്കും? ഇവരൊക്കെ തന്നെ മേപ്പോട്ട് വളർന്നു പോകുമ്പോൾ ഞാനിങ്ങനെ വാടിക്കരിഞ്ഞെങ്കിൽ വല്ല പുഴുക്കുത്തുണ്ടായിരിക്കും ചിലപ്പോൾ. നോക്കിയാൽ നല്ലതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ആവേശവും സന്തോഷവും ഒക്കെ ഉള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും.